ഈ 3 ബാഗ്സാണ് വാങ്ങിയത്. ആ ബാഗിൻ്റെ ഉള്ളിൽ ബാഗുകളാട്ടോ. കാരണം നമ്മളിത് 1 ഇയർ എന്താടാ ഒരു 1 ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ടീക്കുട്ടിയുടെ ഫൈനൽ സ്കൂൾ. ടീക്കുട്ടിക്ക് എവിടെ നിന്ന് എടുത്താലും ശരിയാവില്ല ഗൈസ്, അവൾക്ക് ഈ ജുമാട്ടിന് എടുത്താൽ മാത്രമേ ശരിയാവൂ. സോ ഫസ്റ്റ് നമുക്കിതിനൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട് കേട്ടോ ഈ ബാഗ്സിന്. ടിയ ആൻഡ് അൻവിക് ചാത്തംകുളം എന്നൊരു ചാനൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ വീഡിയോയെക്കുറിച്ചിട്ട്, ഇവരുടെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യം വന്നത് ഷബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, പിന്നെ അത് കഴിഞ്ഞ് അതുൽ കൈസ്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു കോണ്ടന്റ് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാനും കയറി നോക്കി. അപ്പോൾ ഇതിനകത്ത് കണ്ടിട്ടുള്ളതും ഇവർ നടത്തുന്ന പർച്ചേസിങ്ങും ഇവരുടെ ധൂർത്തും ഇവരുടെ ആഡംബരങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. പക്ഷേ ഇത് വിഷയം വേറൊന്നുമല്ല. ഈ ടീക്കുട്ടിക്ക് വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുകയും അൺബോക്സിംഗ് ഒക്കെയാണ് ഇവർ കാണിക്കുന്നത്. ഒരു ബാഗ് ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ബാഗ് വാങ്ങിക്കുന്നു, അത്രയും വിലയുള്ള ബാഗ് വാങ്ങിക്കുന്നു. ഇന്ന് ഈ ഒരു മാളിൽ നിന്നേ കുട്ടി വാങ്ങിക്കത്തുള്ളൂ, അങ്ങനെ വില കൂടിയ ചോക്ലേറ്റുകളും ഒക്കെ വാങ്ങിക്കുന്ന അതുപോലെയുള്ള ഈ കുട്ടികളുടെ വീഡിയോസ് ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ കാണും. ഏറ്റവും കൂടുതൽ കുഞ്ഞു കുട്ടികളാണ് ഇവരുടെ പ്രേക്ഷകർ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വേണം, അത് വാങ്ങിച്ചു തരണം, ടീക്കുട്ടിക്ക് വാങ്ങിച്ച പോലെ എനിക്കും വേണം, ടീക്കുട്ടിക്ക് വാങ്ങിച്ച ബാഗ് മതി, ടീക്കുട്ടി വാങ്ങിച്ച ചോക്ലേറ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പല കുട്ടികളും വീട്ടിൽ വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീക്കുട്ടി എന്ന് പറയുന്ന അവരുടെ വീടിൻ്റെ സാഹചര്യമായിരിക്കത്തില്ല ഈ വീഡിയോസ് കാണുന്ന മറ്റു കുട്ടികളുടെ വീടിൻ്റെ സാഹചര്യം. പലരും ഒരു ദിവസം കഴിഞ്ഞു പോകാൻ, ഒരു ദിവസം തള്ളി നിൽക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന കുടുംബങ്ങളായിരിക്കും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അതേപോലെ ആ നിറത്തിലുള്ള ബാഗ് വേണം, ആ നിറത്തിലുള്ള ഇത് വേണം, അവർ വാങ്ങിക്കുന്ന അതേ ഇത് വേണമെന്ന് പറയുമ്പം 7000 രൂപയൊക്കെ വിലയുള്ള ബാഗും 7000 രൂപയൊക്കെ വിലയുള്ള അതേപോലെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ടീക്കുട്ടിക്ക് ഇവരുടെ പേരൻസ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് പല കുഞ്ഞുങ്ങളുടെയും മനസ്സ് വേദനിച്ചിട്ട് ഒരുപാട് പേരൻസുകൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് വോയിസുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അവർ സാധനം വാങ്ങിക്കുന്നതിന് നമുക്ക് എന്തായെന്നൊക്കെയാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇതിനകത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ പല വീടുകളിലും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. കാരണം സത്യമാണ്, നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു വേറൊരു കുട്ടി ഒരു സാധനം കൊണ്ടുവരുമ്പം നമുക്കത് കാണുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടാവും, നമ്മൾ വീട്ടിൽ വന്ന് പറയും. പക്ഷെ നമ്മുടെ വീട്ടുകാരുടെ സാഹചര്യം അത് വാങ്ങിത്തരാൻ പറ്റുന്നതായിരിക്കത്തില്ല. നമ്മൾ വാശി പിടിക്കും, കരയും, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും നമുക്കത് കിട്ടാനായിട്ട് വഴിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് വീടുകളിൽ പ്രശ്നമുണ്ടാകുന്നുണ്ട്. പലരും ഈ ചാനലുകൾ ഇപ്പോൾ കുട്ടിയെ കാണിക്കുന്നില്ല, ഇവരുടെ ചാനൽ കുട്ടികളെ കാണിക്കുന്നില്ല. എന്നാലും കുട്ടികൾ തിരഞ്ഞു പിടിച്ച് ഈ വീഡിയോ കാണാൻ ശ്രമിക്കും. കുട്ടികൾ അവരുടെ മനസ്സ് അവർക്ക് അറിയത്തില്ലല്ലോ ഇതെന്താണ് ഏതാണ്. ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രൊമോഷൻസ് ആവാം, ചിലപ്പോൾ ഇവരുടെ പൈസയ്ക്ക് വാങ്ങിക്കുന്നതാവാം. പക്ഷേ ഇവരുടെ കുട്ടിക്ക് ഇത്രയധികം വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ കാണിക്കുമ്പോൾ ഇത് വാങ്ങിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ മനസ്സ് വേദനിക്കുകയാണ്, അതിനോടൊപ്പം അവരുടെ മാതാപിതാക്കളുടെ മനസ്സും വേദനിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കാം. അതായത് എന്നിട്ട് ഈ കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല, നമ്മൾ റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ, കുഞ്ഞുമക്കളുടെ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞുമക്കൾ കണ്ട് ടീക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ഒരു വോയിസിനകത്ത് അവർ നിർബന്ധം പറയുന്നുണ്ട് ഈ വീഡിയോ ചെയ്യണം, റീച്ച് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, പക്ഷേ ഈ വീഡിയോയിൽ പ്രതികരിക്കണമെന്ന് ഒരു മാതാവ് പറയുകയാണ്. അപ്പോൾ അത്രയധികം വിഷമം ആ മാതാവിന് ഉണ്ടായിട്ടായിരിക്കും ഇതൊരു വീഡിയോ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീക്കുട്ടിയുടെ ഫാമിലി അറിയാൻ നിങ്ങളുടെ നിങ്ങൾക്ക് അത് അവരാവശ്യപ്പെടുന്ന എത്ര വില കൂടിയ സാധനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ വേദനിക്കുന്നുണ്ട്. അവർക്കിത് വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരുപാട് വേദനിക്കുന്നുണ്ട്. അവർ മൂലം അവരുടെ മാതാപിതാക്കളും ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ദൂർത്തടിക്കുന്ന പൈസ ഒരു മാസത്തെ ചെലവിനായിരിക്കും ഒരു കുടുംബത്തിന് വേണ്ടത്. നിങ്ങൾ ഒരു ദിവസം ദൂർത്തടിക്കുന്ന പൈസ നിങ്ങൾക്ക് ദൂർത്തടിക്കാം, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസയാണ്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം.
പക്ഷേ നിങ്ങളുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് കുറച്ച് ആത്മാർത്ഥത ഉണ്ടാവണം. കാരണം നിങ്ങളുടെ പ്രേക്ഷകർ ഏറ്റവും അധികം കുട്ടികളാണ്. ഞാൻ ഇവരുടെ ചാനൽ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഈ ഒരു ചാനൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്. പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മുടെ എജുമാർട്ടിൽ ബാഗ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ടീക്കുട്ടിക്ക് എവിടെ പർച്ചേസ് ചെയ്താലും അത് ശരിയാവില്ല. ബിക്കോസ് എജുമാർട്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ടീക്കുട്ടിക്ക് ബാഗ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ ഫൈൻ. അതിന് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടീക്കുട്ടിയുടെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സമൻ വിത്ത്, ഓ ഇൻട്രസ്റ്റിംഗ് നെയിം കേട്ടോ. ഇത് കുഞ്ഞു നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സോളം നമ്മളെ കാണാൻ കൊതിച്ച് നിന്നൊരു കുഞ്ഞുവാവയാട്ടോ. അത് എത്രയല്ലേ പഠിക്കുന്നേ? അപ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, കുട്ടികളാണ് ഏറ്റവും നിങ്ങളുടെ പ്രേക്ഷകർ ഏറ്റവും അധികം. അപ്പോൾ അതിനകത്ത് പല സാഹചര്യത്തിലുള്ള കുട്ടികളുണ്ടാവാം. സാധാരണക്കാരായ മക്കളുണ്ടാകാം, നല്ല പൈസയും സാമ്പത്തിക ശേഷിയുമുള്ള മക്കളുണ്ടാകാം. ഈ പൈസയും സാമ്പത്തിക ശേഷിയൊക്കെയുള്ള മക്കൾക്ക് ഇത് അവരുടെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് ടീക്കുട്ടി വാങ്ങിച്ചത് വേണം, അത് വേണം, ആ ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അതിന് ഗതിയില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട് നിങ്ങളുടെ പ്രേക്ഷകർ. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, നിങ്ങൾ കാണണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രേക്ഷകരില്ലെങ്കിൽ നിങ്ങളുടെ ചാനലില്ല. അതും കൂടി നിങ്ങളൊന്ന് എല്ലാം മനസ്സിലാക്കണം. ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവർ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവർ ഫുള്ള് ഷോപ്പിംഗ് സംഭവങ്ങൾ. ഇപ്പോൾ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പം നമ്മൾ സാധാ കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുമ്പോൾ യോ ടീ അത് മേടിച്ചു, കുട്ടി അത് മേടിച്ചു, കുട്ടി ഇത് മേടിച്ചു. അപ്പം നമുക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? എനിക്കത് എനിക്കറിയില്ല. എങ്ങനെ അത് പറഞ്ഞു തരാൻ എനിക്ക് മനസ്സിലാവില്ല. സോ ഫസ്റ്റ് നമുക്ക് ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട് കേട്ടോ. ഈ ബാഗ്സിനെല്ലാം 3 സംതിങ് വരുന്ന സംഭവം 1899 രൂപയാണ് ജീനിയുടെ ബാഗ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടീക്കുട്ടിയുടെ ബാഗാണ്. ഒരു മിനിറ്റ് ഓക്കെ, ഈ ഒരു ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ വരുന്നത്? ഓക്കെ, നല്ല സ്പേസ് കുട്ടിന് അതിന് ഓൾറെഡി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാഗാണ്. കാരണം നമുക്ക് എന്തായാലും ആവശ്യം വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പുറത്തോട്ട്. ഞാൻ ഈ വീഡിയോ ഇട്ടവരുടെ കമൻസ് ഒക്കെ എടുത്ത് നോക്കി. ആ കമൻസിനകത്ത് എല്ലാ കമൻസും ഈ വീഡിയോക്കെതിരെയാണ്, ഈ ടീക്കുട്ടിയുടെ വീഡിയോക്കെതിരെയാണ്. ഒരുപാട് കമൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ കമൻസുകളെല്ലാം നന്നായി ഇത് പ്രതികരിച്ചത് ഇവരുടെ ചാനൽ ഞങ്ങൾ കാണില്ല, കുട്ടികൾ കാണുമ്പോൾ കാണാതിരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തും, ഇവരുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഓടിച്ചു വിടും. അപ്പോൾ അത്രയധികം പല ഫാമിലികളും ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരുടെ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട്. ശരിയാണ്, കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും അറിയത്തില്ല. എന്ത് കണ്ടാലും അതും നമുക്കും വേണം എന്നേ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ. അത് കുഞ്ഞു മനസ്സുകൾ അങ്ങനെയാണ്. ഈ വാങ്ങിച്ചു കൊടുക്കണം എന്ന് എല്ലാ രക്ഷകർത്താക്കൾക്കും ആഗ്രഹമുണ്ടാകും. പക്ഷെ അത് സാധിക്കത്തില്ല. ഈ സാധിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ആ ഒരു വിങ്ങലുണ്ടല്ലോ, അത് ഈ ആഡംബരം കാണിച്ച് ഈ ദൂർത്ത് കാണിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾ ദൂർത്ത് കാണിച്ചോ ആഡംബരം കാണിച്ചോ, പക്ഷേ അതൊക്കെ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് മറ്റു പല കുട്ടികൾക്ക് വേദനിക്കുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഒന്നുമില്ലെങ്കിലും ബാക്കിയുള്ള കുഞ്ഞുങ്ങളോടെങ്കിലും കുറച്ച് കരുണ, സ്നേഹം, ആത്മാർത്ഥത ഒക്കെ കാണിച്ചുകൂടെ? നിങ്ങളുടെ വീഡിയോസ് മൊത്തം കാണുന്നത് ഇതുപോലെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ കുഞ്ഞുങ്ങളും വിഷമിക്കുകയല്ലേ? അപ്പോൾ കുറച്ചെങ്കിലും നമ്മളുടെ ഓഡിയൻസിനോട്, ആ വീഡിയോസ് കാണുന്ന കുഞ്ഞോമനകളോട് കുറച്ചൊക്കെ ആത്മാർത്ഥത കാണിക്കുക, കുറച്ചൊക്കെ കരുണ കാണിക്കുക, ദയ കാണിക്കുക. അപ്പോൾ ഈ ടീക്കുട്ടിയുടെ ചാനൽ കാണുന്നവർ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം, നിങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ് എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.